PM ശ്രീയിൽ വെട്ടിലായിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുൻ നിലപാടുകൾ തിരുത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചെങ്കിലും നേതൃത്വത്തിൽ ഭിന്നത കടുത്തു. UDF യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. PM ശ്രീ വിഷയം UDF യോഗത്തിൽ ചർച്ച ചെയ്തുവെന്നും മുന്നോട്ടു പോകുമെന്നും കൺവീനർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോടെയാണ് മുസ്ലിം ലീഗ് വെട്ടിലായത്. UDF കൺവീനറെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിലെറിയുമെന്നായിരുന്നു നേരത്തെ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നത്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. കോൺഗ്രസിന് വഴങ്ങി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതോടെ യൂത്ത് ലീഗ്, MSF നേതാക്കൾക്കും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും കടുത്ത അതൃപ്തിയുണ്ട്. സാമുദായിക സംഘടനകളും PM ശ്രീ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ചിരുന്നു. ഇത് വകവയ്ക്കാതെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കും. UDF യോഗം വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നത്തെ പ്രതികരണം. ഇന്നലെ UDF-ൽ PM ശ്രീ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഇന്നലെ UDF കൺവീനർ UDF യോഗ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതെ UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ. UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. LDF സർക്കാർ ഒപ്പുവെച്ച പദ്ധതിയിൽ നിന്ന് ഊരാനാണ് സബ് കമ്മിറ്റി ശ്രമിക്കുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിവാകാമല്ലോ എന്ന ചോദ്യത്തോട് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചില്ല. കൈരളി ന്യൂസ്, മലപ്പുറം.